നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ ഈ അബണ്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഈ ആഭരണങ്ങളും പണമൊക്കെ വയ്ക്കുന്ന പെട്ടി വെക്കേണ്ടത്, എങ്ങോട്ടാണ് അത് വെച്ചിരിക്കേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ ഈ വാതിലിടുമ്പോഴും ഈ വലത് പാളിയും ഇടത് പാളിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കണോ, അത് ഈക്വൽ ആയിരിക്കണോ എന്നുള്ളൊരു. ഇത് രണ്ട് സബ്ജക്റ്റാണ്. ആദ്യം നമുക്ക് ഈ ലോക്കർ വെക്കുന്നതിനെ പറയും. ലോക്കർ ശരിക്കും വെക്കുക എന്ന് പറഞ്ഞാൽ മഹീദർ എന്ന് പറയും, പ്രത്യുദർ എന്ന് പറയും. പ്രത്യുദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെക്കേണ്ടത്. പ്രത്യുദർ എവിടെ വരും എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്ത. നമ്മളെ ഭാരതത്തിൽ തന്നെയുള്ള ഒരു സമ്പന്നമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പതി. നിങ്ങൾ ഇപ്പോഴും പോയാൽ കാണാം ഓരോ ആളുകൾ കെട്ടിടത്തിന് പണം കൊണ്ടുപോയിടുന്നത്. ഇതിനൊരു കാരണം അവിടെ ഈ പ്രത്യുദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ കാണിക്ക ഭണ്ഡാരമുള്ളത്. വേറെ എവിടെ കാണിക്കയില്ല. അപ്പൊ നമ്മളെ വീട്ടിലും അങ്ങനെയാണെങ്കിൽ പ്രത്യുദർ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്ത വരിക. പക്ഷെ ഇത് അധികം ലിവിംഗ് റൂം ആയിരിക്കും. പക്ഷെ ലിവിംഗ് റൂമിൽ പൈസയും വെച്ചിട്ട് നമ്മളെങ്ങനെ ഇവിടെ തെക്ക് പടിഞ്ഞാറ് മൂലല്ലോ എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങുക? അപ്പൊ അത് പ്രശ്നമാണ്. അപ്പൊ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്ന ഊർജ്ജം ഉൾക്കൊണ്ട് എൻഡ് ചെയ്യുന്ന സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് തിരിച്ച് വടക്കോട്ട് തുറക്കും വിധം ഒരു അലമാര വെക്കുക, ലോക്കർ വെക്കുക. അതില് ലക്ഷ്മീനെ ഇരുത്തണം. നമ്മൾ തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തുറക്കേണ്ടത്. അലമാര തിരിയുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് തെക്ക് പടിഞ്ഞാറ് മൂല. വടക്കോട്ട് തുറക്കും വിധം. കുബേരം വരുന്നത് വടക്കെന്നാണ് വരുന്നത്. അപ്പൊ കുബേരൻ അതിലേക്ക് പ്രവേശിക്കണം. വടക്കോട്ടേക്ക് തുറക്കണം. ക്ലിയർ? കുബേരൻ എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ നിൽക്കില്ല കേട്ടോ. ഊർജം വരുന്ന സമ്പത്ത് ഉണ്ടാക്കണ ഊർജം വരുന്ന പ്രവാഹത്തിനെയാണ് കുബേരൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ തെക്ക് പടിഞ്ഞാറ് മൂലയുള്ള അലമാരയിൽ വരണം. അവിടെയാണ് നമ്മള് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ധനം, ജ്വല്ലറി എല്ലാം വെക്കേണ്ടത്. അങ്ങനെ ഒന്ന് വെച്ചാൽ തന്നെ ഇപ്പൊ നമ്മളെ മോൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യും? ജ്വല്ലറി ആദ്യം തന്നെ ആ മോൻ കല്യാണം കഴിച്ചിട്ട് കിടക്കണം, അവിടെ റൂമൊക്കെ ശരിയാക്കും. ഇതുപോലെ നമ്മളെ വീട്ടില് ലക്ഷ്മീനെ എടുത്തണോ, അതിനുള്ള സ്ഥലവും ഇല്ല. ആദ്യം ലക്ഷ്മിക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കണം. അതാണ് തെക്ക് പടിഞ്ഞാറ് മൂലയില് വടക്കോട്ട് തിരിച്ച്. വാതിലിന്റെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാതിൽപ്പൊളി. വാതിൽപ്പൊളി രണ്ട് തരം പറയുന്നുണ്ട്. ഒന്ന്, ഇതൊരു മനോഹരമായിട്ടുള്ള സയൻസ് ആണ് കേട്ടോ. അത് ഈ സുരക്ഷിതത്വത്തിന്റെ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട് അതില്. ഒന്ന് തള്ളവാതില്, രണ്ട് പിള്ളവാതില്. അതായത് നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടില്ലേ, മണിച്ചിത്രമൊക്കെ കെട്ടിയില്ലേ? ഈ മണിച്ചിത്രവും അങ്ങനെയുള്ളതൊക്കെ കെട്ടുക ആ തള്ളവാതിൽ. പിള്ളവാതിൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ചെറുതായിരിക്കും. അതാണ് എപ്പോഴും ഓപ്പൺ ചെയ്യാനും തുറക്കാനും ആകുക. അതായത് പെട്ടെന്ന് ഒരാൾ വന്ന് പൂർണ്ണമായിട്ടും വാതിൽ തുറക്കാണ്ട് ചെറിയ വാതിൽ മാത്രം തുറക്കുക. അപ്പൊ അതിലൂടെ ഒരാൾക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പണ്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ക്രമീകരണമാണ്. അപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇടതുവശത്തെ വാതിലാണ് തള്ളവാതിൽ. അപ്പൊ പിള്ളവാതിൽ എവിടെ വരും? വലതുവശത്ത്. അപ്പൊ വലതുവശത്തെ വാതിൽ ഉള്ളിലേക്കൊന്ന് ചെറുതായി ഒന്ന് തുറക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ സൂത്രാട്ടി എന്ന് പറയുന്ന അടുക്കിലുള്ളത് അത് ഏതിന്റെ മേലെ ഫിറ്റ് ചെയ്യേണ്ടി വരും? വാസ്തവത്തിൽ അത് തള്ളവാതിലിന്റെ മുകളിലാണ് വരിക. പക്ഷെ നമ്മളിവിടെ നിന്ന് അധികം ആളും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ മേലെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ചെറിയ വാതിൽ നമ്മൾ മാത്രം തുറന്നു നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരാ എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോ അയാള് വല്ല ആളുമാണ് ഉള്ളിലേക്ക് തള്ളിക്കയറരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ തള്ളവാതിലും പിള്ളവാതിലും. ശരിക്കും പിന്നെ കുറെ ഇത് പറയുന്നുണ്ട് കേട്ടോ. ജയ, വിജയ, പിന്നെ ഓരോരോ ദേവതകളുടെ ഒക്കെ സ്ഥാനം പറയുന്നുണ്ട്. അപ്പൊ ഓരോരോ ഇത് ഒരു നമ്മളെ സിസ്റ്റംസ് ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മളെ സ്പിരിച്വൽ സയൻസ് കൂടി ഇടകല കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ജയയും വിജയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് സംരക്ഷിക്കുന്നത് ഭദ്രകാളി, ഇങ്ങനെ വീരഭദ്രൻ, പിന്നെ മുകളിൽ ഗണപതി, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, സമൃദ്ധിയിൽ നല്ല ചര്യകൾ ചലിക്കുന്ന ആളുകൾ, കള്ളത്തരം പറയാത്തവര്, നല്ലവരായിട്ടുള്ള ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ചീത്ത ചിന്തകളും അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഉള്ളവർ ഉള്ളിലേക്ക് കടക്കാതിരിക്കട്ടെ. ഇതാണ് അവിടുത്തെ പ്രാർത്ഥന. അങ്ങനെ സങ്കല്പം വെച്ചുകൊണ്ടാണ് വാതിലുകൾ പണിതിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ ഡൗട്ടും കൂടെ, അപ്പോൾ ഈ ഒറ്റപ്പാളി വാതിൽ ശരിക്കും ആശാസ്യമാണ്, അങ്ങനെ ചെയ്യാൻ കണക്കുണ്ടോ? അതോ നമ്മൾ എല്ലാ വീടുകളിലും ഒറ്റപ്പാളിയാണ് വെക്കുന്നത്? സാധാരണഗതിയിൽ കാലം ഘട്ടം മാറുമ്പോ ഒക്കെ
മാറി വരും. പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ, അധികം ഓപ്പൺ ചെയ്യാൻ അധികം സ്പേസ് വരില്ല, അതാണ് അതിന്റെ ഒരു ഗുണം. ഇപ്പോ കാലഘട്ടം വരുമ്പോ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും പറയാ പ്രധാന വാതിൽ സിംഹദ്വാരം എന്ന് പറയും, അതായത് പ്രധാന വാതിൽ 2 പൊളിയാണ് നല്ലതാണ്. അതുപോലെ തന്നെ പൂജാമുറി ഉണ്ടെങ്കിൽ അതിന്റെ വാതിലും 2 പൊളിയാണത് നല്ലതാണ്. ബാക്കിയൊക്കെ ഒറ്റപ്പൊളിയായാലും കുഴപ്പമില്ല, പ്രോബ്ലം ഒന്നുമില്ല. സാർ, ഈ കിണറിനെ കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ചില ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്, നമ്മൾ ജലാശയങ്ങളൊക്കെ എപ്പോഴും സാധാരണ ഒരു ചതുര ആകൃതിയിലാണ് കെട്ടേണ്ടത് എന്ന് പറയും. പക്ഷെ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വൃത്താകൃതിയിലാണ് കുഴിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രമുണ്ടോ സാറിൻ്റെ ഒരു? രണ്ട് ഫംഗ്ഷനാണ്. അതായത് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി ഇറങ്ങി കുളിക്കണം. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള ചതുരത്തിലായിട്ട് ഒരു ദിശ നിശ്ചയിക്കല. നേരെ മറിച്ച് വെള്ളം കോരി എടുക്കല. കോരി എടുക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും കോരിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വീണു പോരുത്. അപ്പൊ അതിനൊരു ആൽമര ഉണ്ടാക്കണം. അപ്പൊ ആ ആൽമര റൗണ്ട് ഫോർമേഷൻ ഇത് തന്നെ ഒരു ബലമാണ്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുകൾ അടക്കി വെച്ചാൽ അത് തന്നെ കൂടി ഇങ്ങനെ ഒരു നിൽക്കും. അതൊരു എഞ്ചിനീയറിംഗ് പാർട്ടും കൂടിയാണ്. അപ്പൊ കൂപങ്ങൾ എപ്പോഴും വൃത്തമാ പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാല് കൂപം ഒന്ന് അത് വടക്ക് കിഴക്ക് ദിശയിലാണ്. അപ്പൊ അവിടെ അത് സംയോജിക്കണം. അതിനാണ് വൃത്താകാരം കൊടുക്കുന്നത്. നേരെ മറിച്ച് കുളം ആണെങ്കിൽ അവിടെ നമ്മൾ കുടിക്കാനുള്ള വെള്ളമല്ല, അതായത് ശുദ്ധത അത്രത്തോളം വന്നോളൊന്നുമില്ല. നേരെ മറിച്ച് ഇത് ശുദ്ധമാകണം. അപ്പൊ പുറത്തുനിന്നുള്ളതൊന്നും വീഴരുത്. അതുകൊണ്ടാണ് വൃത്താകാരം കൊടുത്തിട്ട് ഇതാക്കിയിരിക്കുന്നത്. കുളങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും 4 ഭാഗത്തുനിന്നും ചാടി വീഴാനുള്ള സൗകര്യമാണ്. അങ്ങനെ ഒരു ഇതാണ്. ഇനി പെരുന്തച്ഛൻ ഓരോരോ വേണ്ടിയിട്ട് ഓരോ ഷേപ്പിലുള്ള ഒരു കുളത്തിന് തന്നെ തെക്ക് നിന്ന് നോക്കുമ്പോൾ ഒരു ഷേപ്പും വടക്ക് നിന്ന് ഒരു നോക്കുമ്പോൾ വേറെ ഒരു ഷേപ്പായിട്ടുള്ള ഉണ്ടാക്കിയിട്ട് എന്ന് പറയുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കുളമാണ്. ഞാനിവിടെ പോയിട്ടുണ്ട്, രസകരമായിട്ടുള്ള. എവിടെയാണ് സാർ അത്? ഒരു മനയൊക്കെ ഉണ്ട്, അദ്ദേഹം ഉപയോഗിച്ച ആ കോലും ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. സാർ, ഈ സ്ക്വയർ കിണറിന്റെ കാര്യം പറയുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ മിക്കവാറും സാധാരണയായിട്ട് ഈ സ്ക്വയർ കിണറും കൂടെയാണ് വരുന്നത്. അങ്ങനെ ഒരു അതും അത് ക്ഷേത്രത്തിൽ 2 കിണറാണ്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം എടുക്കുക, ഒന്ന് പൂജ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ശുദ്ധജലം, മണിക്കിണർ എന്ന് പറയുന്നത്. അത് നമ്മളെ ഈ 4 അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പൊ വാസ്തുവില് ശരിക്കും പറയുക ചതുര പറയുക. വാസ്തുവിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കോർണേഴ്സും ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു മെഷീനാണ് ക്ഷേത്രം. ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രം, അതായത് ക്ഷേത്രത്തിൽ നിന്ന് ത്രാടനം ചെയ്യിക്കണ എലിവേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത് ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വാസ്തുശാസ്ത്രത്തിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് ഭാഗ്യം ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ എത്രയും ടെൻഷൻ പിടിച്ച മനസ്സായാലും ശരി, ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ് പാകം മാറും. കാരണം അതിലൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിനെ സഹായിക്കുക ചതുരത്തിലുള്ളതാണ്. നേരെ മറിച്ച് വീട്ടിലാണെങ്കിൽ വീട്ടിലെ പൊതുവായിട്ടുള്ള ആവശ്യത്തിനുള്ള അവിടെ മനസ്സിനെ ക്രമീകരിക്കലൊന്നുമില്ല, വെള്ളം എടുക്കുക, അതിന്റെ ശുദ്ധത ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി 2ാമത്തെ കിണർ വരിക പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെയാണ്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ കാണാം ഉള്ളിലൊരു കിണറുണ്ട്, ഒരു മണിക്കിണറുണ്ട്, അത് ചതുരത്തിലാണ് അതിന്റെ ഉള്ളില്. നേരെ മറിച്ച് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ പോയി കെട്ടാൻ ആ ആനേനെയൊക്കെ കെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ അങ്ങേ മൂലയിൽ കാണാം പാത്രമൊക്കെ കഴുകാനായിട്ട് ഒരു കിണർ. ഇത് ശരിക്കും പറയാ അശുദ്ധജലം എന്നാ പറയാ, അതായത് അത്രത്തോളം ശുദ്ധമല്ല. അങ്ങനെ 2 തരത്തിൽ വെള്ളം, ഒന്ന് കുടിക്കാനുള്ള വെള്ളം, 2 കഴുകാനുള്ള വെള്ളം. ഇങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ എടുക്കാം. ശരി ശരി സാർ, ഈ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല, പല ആളുകൾക്കും അറിയില്ല. അതിൽ ഏറ്റവും വലിയ ഒരു അബദ്ധമായിട്ട് പലരും പറഞ്ഞു കണ്ടിട്ടുള്ളത് ബലിക്കല്ലുകളെ കുറിച്ച് ഒരു വിവരമില്ല എന്നുള്ളതാണ്. കാരണം ബലിക്കല്ല് നമ്മൾ അറിയാതെ തട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ വീണ്ടും തൊട്ട് വീഴാൻ ശ്രമിക്കും. ഇപ്പോൾ 2 പ്രാവശ്യം നമ്മളതിനെ അശുദ്ധിയാക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ബലിക്കല്ല് എന്ന് പറയുന്നത് ഊർജ്ജം കൊടുക്കുന്ന എനർജി സ്റ്റേഷൻസ് ആണെന്നും ഒക്കെ ഉള്ള സങ്കല്പങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കൊടിമരം എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ ഇത് ജസ്റ്റ് സാർ ഒന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഇത് പറയണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനെ കുറിച്ച് പറയേണ്ടി വരും. ആദ്യമായിട്ട് പറയാ, അത് ആ ഒരു സയൻസ് പറഞ്ഞാലേ ഉള്ളൂ, അത് ക്ലിയർ ആവുള്ളൂ. ബലിക്കല്ലിനെ കുറിച്ചിട്ട് എന്തിനാ ബലിക്കല്ല് എന്ന് അറിയണമെങ്കിൽ ആദ്യം ആ ക്ഷേത്രത്തിന്റെ സയൻസ് നമ്മളൊന്ന് പറയണം. നമുക്ക് നോക്കാം. ക്ഷേത്രത്തിന് ഒരു ഊർജ്ജവും വേണ്ട, ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊടുക്കുക. നേരെ മറിച്ച് നമ്മളെ വീട്ടിനോ നമുക്കെല്ലാം വേണം ഇങ്ങോട്ട് തരാൻ. അപ്പൊ ക്ഷേത്രം എന്നുള്ളത് കൊടുക്കുക എന്നാണ്, വീട് എന്നുള്ളത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നടുക്കിൽ ഒന്നുകിൽ വൃത്തത്തിലായിരിക്കും അല്ലെങ്കിൽ സമചതുരത്തിലായിരിക്കും മണ്ഡപം, ഗർഭഗൃഹം. അതില് നടുക്ക് ദേവനുണ്ടാവും. എന്നിട്ട് വാതിലടച്ച് പൂജാരി മണിയൊക്കെ മുഴക്കി മന്ത്രമൊക്കെ ജപിച്ച് അതിലുള്ള ഈ ഊർജ്ജത്തിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്ത് ഒരവസ്ഥയിൽ എത്തുമ്പോൾ നടയെ കൂടെ തുറക്കും. ആ സമയത്ത് അതിലുള്ള ഊർജ്ജം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആണവ റിയാക്ടറിൽ നടക്കുന്ന ഒരു പ്രക്രിയ, അതേ പ്രോസസ്സാണ്. അപ്പൊ ആ പുറത്തേക്ക് പോകുന്നത് ഒരു 4 അമ്പലം ഉണ്ടാവും ചതുരത്തില്. അത് ദീർഘചതുരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കും.
അപ്പൊ ഈ ഊർജം പുറത്തേക്ക് പോകാണ്ട് തടയാൻ ഇതിന്റെ വാതുക്കലാണ് ഈ പറഞ്ഞ ബലിക്കല്ല്. അതായത് ഈ ഊർജം ഒറ്റയടിക്ക് പുറത്തേക്ക് പോകാണ്ട് തടയാനുള്ള വലിയൊരു സാധനമാണ് വലിയ ബലിക്കല്ല്. വാസ്തവത്തിൽ അതൊരു അടപ്പ ഉള്ളിലേക്ക് അടക്കാനുള്ള. പിന്നെ പണ്ട് ബലി എന്ന് പറഞ്ഞാല് ബലം കൊടുക്കുന്നതാണ് ബലി, അതായത് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പൊ പണ്ട് കാലങ്ങളില്, പുരാതനായിട്ടുള്ള കാലങ്ങളില് ഈശ്വരന് നാട്ടുകാരൊക്കെ സമർപ്പിച്ചിരുന്നത് അതിലായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇപ്പോഴും നമ്മൾ ബലിയിടുമ്പോ അങ്ങനെ ഇടാറുണ്ട്, ഭക്ഷണം തൂയി പോകാറുണ്ട്, തൂയി പോകാറുണ്ട്. പുറമെയുള്ള ശീവേലിക്കൊക്കെ ഇതാക്കണേ. ഇപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പുറമേ ഉള്ളത് നാലമ്പലം എന്ന് പറയുന്നത് നീളത്തിലാണ്, അതായത് അവിടെ മണ്ഡലാകാരത്തിലാണ് ഊർജം പ്രവഹിക്കുക. അപ്പൊ ഒന്ന് വൃത്തത്തിലാണ് ഇതില് കൃത്യമായിട്ടുള്ള നമ്മളെ നടയില് ഇതാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ആ ഊർജം ഈ മണ്ഡലാകാരത്തിലുള്ള എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഇതിന്റെ ഉള്ളിൽ നടക്കും. അപ്പം ബലിക്കല്ല് ഇല്ലായിരുന്നെങ്കിൽ ആ ഊർജ്ജം എന്താവും, അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി പോകുമായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ BSc കെമിസ്ട്രിയെങ്കിലും അത്യാവശ്യം പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് പിടികിട്ടും. ഇലക്ട്രോൺ പോകുന്നത് ഇതേപോലെയാണല്ലോ സാർ. അപ്പൊ എത്ര ശാസ്ത്രീയമാണ് നമ്മുടെ ആചാരങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ PhD എടുത്തിരിക്കുന്നത് ക്ഷേത്രവാസ്തുവിലാണ്. അപ്പൊ അതിന്റെ ഒരു സയൻസ് വളരെ മനോഹരമാണ്. അതായത് എത്ര ഭംഗിയിലാണെന്ന് അറിയാം, ഊർജത്തിനെ നിയന്ത്രിച്ചിട്ട് അതിൽ തന്നെ ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ് മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണ് അതങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്. അതാണ് നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറം. അതുപോലെ സാർ നമ്മുടെ ഈ ഉത്സവം എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ അർത്ഥം വെച്ചാൽ പിന്നെ എന്താണ്, ഊർജ്ജത്തെ സ്രവിപ്പിക്കുക അല്ലെങ്കിൽ പ്രസരിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതിനാണ് ആദ്യത്തെ ജോലി കൊടിയേറ്റമാണ്. അപ്പോൾ ഈ കൊടി എന്താണ്, ഈ പറഞ്ഞ കൊടിമരത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയില്ല. നമ്മൾ കൊടിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ ആകാരത്തിൽ പറയുകയാണെങ്കിൽ ലിംഗസ്ഥാനാണ്. ഇനി വേറെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ്, നമ്മളെ നെട്ടലിന് ആണ് കൊടിമരം. അപ്പൊ കൊടി ഏറുക എന്ന് പറഞ്ഞാല് നമ്മളെ മൂലാധാരത്തിൽ നിന്ന് ഊർജം മുകളിലേക്ക് കയറി വന്ന് പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കുക. അതാണ്. പിന്നെ അവിടെ ഉത്സവ സമൃദ്ധിയാ, ഉത്സവമാണ്. നമ്മൾ ഇന്നത്തെ ഉത്സവം കൂടെ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അപ്പൊ വെടിക്കെട്ട് എന്തിനാണ്? വെടിക്കെട്ട് ഒരു വലിയൊരു സയൻസ് ആണ്. അതായത് അത് ഒരു തമാശയാണ്. കാരണം വെച്ചാൽ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവരെന്നെ വിളിച്ചു പറയാറുണ്ട് ഒറ്റവെടി, ഇരട്ടവെടി, കൂട്ടവെടി എന്ന് വിളിക്കാറുണ്ട്. കൂട്ടവെടി, അത് എല്ലാവരും വെടി വെക്കുകയാണ്. അപ്പൊ ഇത് എന്താണെന്ന് ഒരു വെടിയില്ല. ഈ വെടി വെക്കുന്ന ആളിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അറിയില്ല. നമ്മളീ പോകുന്ന ആളുകൾക്ക് അറിയില്ല. അത് വെറുതെ ഇങ്ങനെ ഒരു ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയാം, വർഷത്തിലൊരിക്കലും ഉത്സവം ഉണ്ടാകുക. അതായത് ഒരു വർഷം കുമിഞ്ഞുകൂടിയിരിക്കുന്ന അണുക്കളെ ആ ഗ്രാമത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് സാധാരണഗതിയിൽ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് വെടിക്കെട്ട് നടത്തുന്നത്. ഒരു ഗ്രാമത്തില് ഇപ്പൊ കൊറോണ വന്നു, ഇതുപോലെ പല പകർച്ചവ്യാധികളും പണ്ടുണ്ടായിരുന്നു. അപ്പൊ ആ പകർച്ചവ്യാധികൾ അവിടുത്തെ അന്തരീക്ഷത്തിലെ വായുവിലും ആ അന്തരീക്ഷത്തിലും ഉണ്ടാകുക. അപ്പൊ ഇതിനെ അകറ്റാനാണ് വർഷത്തിലൊരിക്കൽ വെടിക്കെട്ട് നടത്തുന്നത്. അപ്പൊ എന്താകും, വെടിക്കെട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും എല്ലാം ആയിട്ടും മേലേക്ക് ഇങ്ങനെ വായു പോകും. അപ്പൊ വായു പോയി കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഒട്ടാകെയുള്ള വായു, വലിയ വെടിക്കെട്ടായി കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഒട്ടാകെയുള്ള വായു മേലേക്ക് ഉയർന്നു, ചുറ്റുഭാഗത്തുള്ള നല്ല വായു ഉള്ളിലേക്ക് അടക്കും. ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സയൻസ് ആണ്. നമ്മൾ പലതും ഉണ്ടല്ലോ കാണുന്നതിന്റെ ശാസ്ത്രീയത നമ്മൾ കുറെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. സന്ധ്യക്ക് എന്തിനാ വീട്ടിൽ വിളക്ക് വെക്കുന്നത്? ഇപ്പൊ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. സന്ധ്യക്ക് എന്തിനാ വീട്ടിൽ വിളക്ക് വെക്കുന്നത്? എന്തിനായിരിക്കും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാരും പറയും ഇരുട്ട് വരുന്നതുകൊണ്ട്. ഇരുട്ട് വരുന്നുണ്ട്, തമസോമാ ജ്യോതിർഗമയ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സന്ധ്യ സമയത്താണ് ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാകുക. കൊതു വരുന്നു, പാറ്റ വരുന്നു, കൊതുകൊക്കെ വരുന്നത്. എന്തുകൊണ്ടാ? സന്ധിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ അണുക്കൾ ഉണ്ടാകുക. അപ്പം ബാക്കിയുള്ള എല്ലാ റൂമുകളും ജനലും വാതിലൊക്കെ അടച്ചിട്ടാ. അപ്പം ഒരു വാതില് മാത്രം തുറന്നിരിക്കുന്നത്, ഉമ്മറത്തുള്ള അല്ലെങ്കിൽ മുന്നിലുള്ള വാതില്. അപ്പൊ അതിലൂടെ എല്ലാ അണുക്കളും വരിക. അപ്പൊ ഈ അണുക്കൾ വരാണ്ടിരിക്കണം, അതിന് വെക്കുന്ന ഒരു പ്യൂരിഫയർ ആണ് വാസ്തവത്തിൽ സന്ധ്യക്ക് വെക്കുന്ന ദീപം. പുറത്ത് വെക്കുന്ന ദീപമല്ലേ? രണ്ട് തുളസിത്തറയിലല്ല, നമ്മള് വാതിലേക്ക് വെക്കുന്നത്. ശരിക്കും രണ്ട് ദീപം ഉണ്ട് കേട്ടോ. ഒന്ന് പൂജാമുറിയുള്ള ദീപം, രണ്ട് നമ്മള് വാതിക്കൽ വെക്കുന്നത്. ഈ ഭാഗത്തേക്ക് അതില്ല. പഴയ സിനിമകൾ മലബാർ ഏരിയയില് നിങ്ങള് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, സന്ധ്യ സമയത്ത് എല്ലാ വീട്ടിന്റെ മുന്നിലുണ്ടാവും. പൂജാമുറിയുള്ള സ്ഥിര ദീപ അല്ല, അത് ഓൾറെഡി
കത്തിയിട്ട് ഉണ്ടാകുക. കാരണം അത് കെടാവിളക്കാക്കിയിട്ടും വെക്കാം, അത് നമ്മൾ ഇഷ്ടം പോലെ. ആ, അതെ അതെ പക്ഷെ ഇത് ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ മാക്സിമം ഉള്ളൂ. അതായത് നമ്മൾ പൂജാമുറിയിൽ നിന്ന് കത്തിച്ച് ദീപം എന്ന് പറഞ്ഞിട്ട് ഉമ്മർത്ത് കൊണ്ടുപോയി വെക്കും. അതായത് പ്രധാന വാതിലിന്റെ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഒരു അരമണിക്കൂർ കിടുന്നതിന്റെ മുന്നേ അത് എടുത്ത് ഉള്ളോട്ടേക്ക് ആക്കണം. കാരണം കെട്ട് കഴിഞ്ഞാൽ പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് ആവില്ല. അതാണ് അതിനൊരു ഭംഗിയായിട്ട്. അപ്പൊ അരമണിക്കൂർ ആക്കി രാമ 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 രാമയൊക്കെ ജപിച്ച് അതിനുശേഷം എന്താ അതെടുത്ത് ഉള്ളിലേക്ക് വെക്കും. അപ്പൊ ഈ വരുന്ന ഊർജ്ജം എന്തായി, ഈ ഇതില് പോസിറ്റീവായിട്ട് ആ അണുക്കളൊക്കെ അതില് കുമിഞ്ഞു കൂടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാറ്റകളൊക്കെ വിളക്കത്തിലേക്ക് അടിഞ്ഞു കൊടുക്കുന്നത്? ഇതുപോലെ നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കൾ അതിലേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടും. അതേ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ എന്താവും, അപ്പൊ നല്ല ഊർജ്ജം പ്രവഹിക്കും. വളരെ മനോഹരമായിട്ടാണ് പണ്ടുള്ള ഓരോ ആചാരങ്ങളും. നമ്മൾ ഇനി അതിന്റെ ശാസ്ത്രീയത പഠിക്കേണ്ടിയിരിക്കുന്നു. സാർ, നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ക്ഷേത്രത്തിന്റെ അടുത്ത് വീട് വെക്കുന്നത് ഉചിതമാണോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാർ ഒന്ന് വിശദമാക്കാം. വെരി ഗുഡ്, നല്ല ചോദ്യമാണത്. 2 തരത്തിലെ മൂർത്തികൾ പറയുന്നുണ്ട്. ഒന്ന് ഉഗ്രമൂർത്തികൾ, 2 സൗമ്യമൂർത്തികൾ. ശാന്തമൂർത്തികൾ. ശാന്തമായിട്ട്, സൗമ്യം മീൻസ് ശാന്തം. അപ്പോ ഇതില് ശിവൻ ഭദ്രകാളി ഇത് 2 കുറച്ച് ഓവർ വോൾട്ടാ. ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ തന്നെ വെക്കരുതെന്നാ. കാരണം അത് യുദ്ധത്തിന് പോകുമ്പോഴുള്ള, അതായത് അവിടെ എന്ന് പറഞ്ഞാല് ഹൈ വോൾട്ടാ. അപ്പോ നേരത്തെ ഞാൻ ക്ഷേത്രത്തിന്റെ ഒരു സിസ്റ്റം പറഞ്ഞു. അപ്പൊ ഈ നട തുറന്നു കഴിഞ്ഞാൽ ആ ഊർജ്ജം എന്താവും, നേരെ മുന്നിലേക്കാണ് അത് ഒഴുകുക. ഇത് കാരണം ഈ മുൻവശത്ത്, ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കെട്ടിടങ്ങൾ പണിയുന്ന അത്ര നന്നല്ല. കാരണം ഈ ഓവർ വോൾട്ട് ആ കെട്ടിടത്തിനോ ആ വീട്ടുകാർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു പൂരപ്പറമ്പായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കുറെ സ്ഥലം ഒഴിച്ചു വിടും. കാരണം ഇത് നമ്മൾ വിചാരിക്കണേലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു എന്താ അറ്റോമിക് വിസ്ഫോടനാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണത്. കാരണം ഇപ്പോഴാണ് അതൊക്കെ ഡീകോഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ശിവന്റെയും ഭദ്രകാളിന്റെയും ആണെങ്കിൽ ഓവറാ. കാരണം ഈ ഭദ്രകാളി എന്ന് പറയുന്നത് പൂജയാണ് ചെയ്യുന്നത് പണ്ട് കാലത്ത് യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേ. വീട്ടിന് വേണ്ടത് എന്താണ്, മഹാലക്ഷ്മി, സരസ്വതി, ഇങ്ങനെയുള്ള സൗമ്യമായിട്ടുള്ള. അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോ ഏത് ക്ഷേത്രത്തിന്റെ അടുത്താണ് അതൊരു ചോദ്യം. രണ്ടാമത്തത് എവിടെയാ. അപ്പൊ അതവിടെ സൗമ്യമൂർത്തിയാണോ, അതായത് മഹാവിഷ്ണു അങ്ങനെയൊക്കെയാണെങ്കിൽ മഹാലക്ഷ്മി ഇതൊക്കെയാണ് സൗമ്യ, ലക്ഷ്മി ഒക്കെയാണ് ഭുവനേശ്വരി, ഇതൊക്കെ സൗമ്യ. നേരെ മറിച്ച് ഹൈ വോൾട്ടുള്ള ഭദ്രകാളി ഇതൊക്കെയാണെങ്കിൽ കഴിയുന്നതും അതിന്റെ അടുത്തുനിന്ന് ക്ഷേത്രത്തിന്റെ അടുത്ത് വെക്കണമെന്ന് ഒഴിവാക്കുക. അപ്പൊ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിക്കും ഇതേത് ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും കാരണം എന്ന് പറഞ്ഞാൽ അവര് എല്ലാ ദിവസവും ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഒരു എനർജി സ്പ്രെഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലും ഉണ്ട്. അപ്പൊ ഈ ആരാധനാലയങ്ങളുടെ നേരെ മുൻവശത്ത് വീട് വെക്കാതിരിക്കുക. കാരണം അതിൽ നിന്നുള്ള ഊർജം പ്രസരിക്കുന്ന സ്ഥലമാണ്. പിന്നെ സൈഡിൽ വെക്കാം, തെറ്റില്ല. പിറകില് വെക്കാം, തെറ്റില്ല. ഇനി ക്ഷേത്രം വന്നു, അതിന്റെ അടുത്തുകൂടെ ഒരു റോഡ് ക്രോസ് ചെയ്താലും ഇത് കട്ടാവും. ഒരു പുഴ അല്ലെങ്കിൽ ഒരു ജലാശയം ഒഴുകിപ്പോയാലും ഇത് കട്ടാവും. അപ്പോ ഇതിന് പരിധിയുണ്ട്. പണ്ട് കാലത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വാര അകലെന്നാണ് പറയുക. അതായത് 200 വാര അകലെ, 200 വാര അകലെന്നാ. അതായത് ആ കൊടിമരം അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടിമരം നേരെ അങ്ങോട്ടേക്ക് കിടത്തിയിടുകയാണെങ്കിൽ നടേന്റെ മുന്നിൽ വന്ന് നിൽക്കും അത്. അതുപോലെ തന്നെ കൊടിമരം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ആണ് അതിന്റെ ഒരു പരിധി പറയുന്നത്. അപ്പൊ ആ പരിധിക്ക് അപ്പുറം വരുന്നത്, തൊട്ടപ്പുറത്ത് വരുന്നത് ഈ കാലഘട്ടത്തിൽ സ്ഥലപരിമിതി കാരണം നമ്മള് അതൊക്കെ ഉപയോഗിക്കണയാണ്. പണ്ട് കാലത്താണ് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ പണ്ട് കാലത്ത് ഒരു എതിര് പോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരേപോലത്തെ ലൈക്ക് അട്രാക്ട് ലൈക്ക്, ഫയർ കാച്ചസ് ഫയർ. അതായത് നമ്മളിപ്പോ ഒരു ശിവന്റെ ക്ഷേത്രം ഉണ്ട് ഇവിടെ. അപ്പൊ ശിവന്റെ ക്ഷേത്രത്തിൽ നമ്മൾ പൂജയും ഇതൊക്കെ ഉണ്ട്, നിത്യ പൂജയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യണം. ഇത് രാത്രി കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ആവും. അപ്പൊ ദൂരെ വഴിക്ക് നേരെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വൈബ്രേഷനും ഇവിടുത്തെ വൈബ്രേഷനും തമ്മിൽ കണക്റ്റഡ് ആവും. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞെടുക്കുന്ന പാടങ്ങളൊക്കെയാണ്. അപ്പൊ ഒരുപാട് ഒഴിവുണ്ട്. അപ്പൊ ചില ആളുകൾ ആ ഊർജ്ജ പ്രവാഹം ചിലവർക്ക് കാണാൻ പറ്റും. ഈ പ്രവാഹത്തിനെയാണ് പണ്ടുള്ളവര് ചിലവര് എതിര് പോകുക എന്നൊക്കെ, തേര് പോകുക, ഭഗവതി നടക്കുക, പല നാടുകളിലും പല ഭാഷയിലും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോണത് അധികം അതിന്റെ നേരെയായിരിക്കും. അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോ
അങ്ങനെയുള്ള ആ ഊർജ്ജ പ്രവാഹത്തിൽ പെടാത്ത രീതിയിൽ ഒരു സൈഡിലാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ കൊടിമരത്തിനേക്കാൾ ഉയരാൻ പാടില്ല എന്നുള്ള ഒരു അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല, നിത്യ ആരാധന ഉള്ളത്. ഇപ്പൊ കാവുകൾക്കൊന്നും അത് പറയണില്ല, കാവുകൾക്കൊക്കെ കാവിനെ കാട്ടിയൊക്കെ ഉയരത്തിലൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കാം. പക്ഷെ നിത്യാരാധനയുള്ള അതും ഹൈ പവർ ഉള്ള ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം അങ്ങനെ പറഞ്ഞ നിത്യമായിട്ട് അവിടെ ഇതാണ്. അതായത് അവിടുത്തെ ഊർജ്ജം അത്രയും ഹൈയാ. അപ്പോ നമ്മൾ ആ കൊടിമരവും അതുമാതിരി തന്നെ അമ്പലത്തിന്റെ താഴിക്കുടം മുകളിൽ വരുന്നത്, ഇത് രണ്ടുമാണ് വാസ്തവത്തില് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജം കണക്ട് ചെയ്യുന്ന സാധനം. ഇപ്പൊ നമ്മള് സയൻസിൽ എന്താ ഇതുണ്ടല്ലോ, എന്താ ത്രണ്ടനിങ് അറസ്റ്റർ എന്ന് പറയുന്നത്, അതേ ഒരു ഫംഗ്ഷൻ ആയിരുന്നു പണ്ട് കാലം മുതൽക്ക് ഈ കൊടിമരം ചെയ്തിരുന്നത്. അതായത് ആ നാട്ടിലാർക്കും ഇടി വെറ്റരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. കാരണം ഇങ്ങനെ ഒരു സംവിധാനം അന്നില്ല ഇല്ലേ. അപ്പൊ ഇത് പറയുന്നത് അപ്പൊ അതിനെക്കാട്ടി വലിയൊരു ബിൽഡിംഗ് ആയാലോ, അപ്പൊ ആ ബിൽഡിങ്ങിനെയാണ് അത് ബാധിക്കുക. ഇത് കാരണമാണ് കൊടിമരത്തിനെക്കാട്ടി വലുതായിട്ട് വേറെ ഒരു കെട്ടിടം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ സാധാരണക്കാരൻ ഈ സയൻസ് മനസ്സിലാക്കാത്തത് കൊണ്ട് പറയും അയ്യോ അതിനെക്കാട്ടി വലുതായിട്ട് ഉണ്ടാക്കണ്ടോ, കുറെ ദോഷങ്ങൾ വരും. ഈ ദോഷം എന്ന് റിപ്പീറ്റഡ്ലി പറയുമ്പോ എന്തായി, സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലാം ദോഷമായി, ബ്ലോക്കായി. ഇതാണ് ഇന്നത്തെ തലമുറയെ പ്രശ്നത്തിലാക്കുന്നത്. അപ്പൊ നമ്മള് ആ ഇതിൽ നിന്ന് മാറിയിട്ട് അതിന്റെ സയൻസ് എന്താണെന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതെ. അപ്പൊ ഈ ഊർജ്ജത്തിന്റെ ഒരു വിന്യാസം സത്യം പറഞ്ഞാല് നമ്മളിപ്പം നടക്കുന്ന CNRലൊക്കെ ജനീവയിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ വലിയ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ വെച്ചിട്ട് ദൈവകണം കണ്ടെത്താൻ വേണ്ടിയുള്ള. അപ്പൊ ആ കണങ്ങളുടെ സബറ്റോമിക് പാർട്ടിക്കിളൊക്കെ എത്ര പവർഫുൾ ആണ്, അതിൽ നിന്ന് എന്തുമാത്രം വൈബ്രേഷൻ വരുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഭാരതത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നമ്മള് പിന്നെ അൺസിവിലൈസ്ഡ് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ, അതെ ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതിനെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് വിളമ്പി തരിക എന്ന് പറയുന്നതും വളരെ വലിയൊരു സാറിന് നന്ദി പറയുകയാണ്. അപ്പോൾ അതിനോട് 1-2 ചോദ്യങ്ങളും കൂടെ, അതായത് വേറൊന്നുമല്ല, അപ്പോൾ നമ്മൾ ഈ വീട് വെച്ചിട്ട് നമ്മൾ വാടക കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ സാധാരണ പറയുന്നത് വീടിന് എന്തെങ്കിലും ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെയാണ് അത് ബാധിക്കുക. പക്ഷേ ഇപ്പോഴ് ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് അനുഭവങ്ങളിൽ നിന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് ഈ കുടികിടപ്പുകാരെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില വീടുകളിൽ താമസിക്കുന്നവർക്ക് നിത്യമായിട്ട് രോഗങ്ങൾ, എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന 2-3 വീടുകളുണ്ട്. അപ്പോൾ ഈ വീട് എങ്ങനെയാണ് സാർ ഈ ഇതിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നത്? പക്ഷേ ഈ 2 തരത്തിലുള്ള എഫക്റ്റ് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ എഫക്റ്റ്, 2 സബ് കോൺഷ്യസ് എഫക്റ്റ്. ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാല് 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഊർജ്ജ മണ്ഡലമായിട്ട് നമ്മളെ ശരീരം ഒന്നായിച്ച്. ഇതിപ്പോ വാടകയാണ്, അതൊന്നും ഈശ്വരന് അറിയില്ല. നമ്മൾ 6 മാസം തുടർച്ചയായിട്ട് റിപ്പീറ്റഡ്ലി ആയുണ്ടോ. സാറ് സൈക്കോളജി ഒക്കെ ഉള്ള ആളതിനെ കൊണ്ട് ഒരു ഇത് പറയുന്നുണ്ട്. 2 തരത്തിൽ ആ ഹ്യൂമൻ സിസ്റ്റത്തിൽ മാറ്റം വരിക. ഒന്ന് ആക്സിഡൻസ് എന്ന് പറയും, അതായത് ആകസ്മികമായിട്ട് എന്തെങ്കിലും പെട്ടുപോകുന്നത്. അതായത് ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എങ്ങനെ ആയിട്ടില്ല, അതായത് ആകസ്മികമായിട്ട് എന്തെങ്കിലും വരിക. രണ്ടാമത് പറയാ റിപ്പീറ്റഡ് കമാൻഡ്സ് എന്നാണ്. അതായത് വാട്ട് എവർ റിപ്പീറ്റഡ്ലി ഹാപ്പൻ അത് നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് വൈസിന്റെ ഭാഗമായി മാറുന്നു. അത് തന്നെയാണ്. അപ്പൊ അതേ സാധനം തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ്ലി ഇന്നലെ കിടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും പോയി കിടക്കുന്നത്. ഇന്നലെ കുളിച്ച അതേ കിണറ്റിലെ വെള്ളത്തിലാണ് ഇന്നും ഇതാണ്. ഇന്നലെ ലഹള കൂടി അതേ ഭാര്യന്റെ അടുത്താണ് നാളെ ലഹള കൊടുത്ത്. അപ്പൊ ഇതൊക്കെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ അതെന്താവും, നമ്മള് കിടക്കുന്ന സ്ഥലമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അത് ഒരു 6 മാസത്തിൽ കൂടുതലായോ അത് സോളിഡ് ആവും. അതായത് നമ്മളെ യത്പിണ്ഡേ തദ്ബ്രഹ്മാണ്ഡ, ഈ പിണ്ഡത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ബ്രഹ്മാണ്ഡത്തിലും ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബ്രഹ്മാണ്ഡത്തിൽ എങ്ങനെയുണ്ടോ അതൊക്കെ ഈ പിണ്ഡത്തിലും വരും. ഇങ്ങനെ ഒരു മ്യൂച്വലി 5 എലമെന്റ്സ് ഇന്റർലിങ്ക്ഡ് ആവും. അപ്പോ വാടകയ്ക്ക് നമ്മൾ 6 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിന്റെ വാസ്തു നമ്മളെ ബാധിക്കും. എന്നിരുന്നാലും ഈ വീട് വിൽക്കുകയാണ്, ആ പൈസ ആർക്കാ കിട്ടുക? ഈ വാടക വിൽക്കുന്നവന് കിട്ടുമോ, അത് ആർക്കാ? ഉടമസ്ഥനാ കിട്ടുക. അതായത് ഇതിൽ നിന്നുള്ള കർമ്മ അനുഭവിക്കേണ്ടി വരിക, നമ്മൾ അനുഭവിക്കണം. അതായത് ഈ ഫിസിക്കലി ഉള്ള മാറായിരിക്കും. പക്ഷെ ഈ അയാള് പൈസ മേടിക്കുന്നതുകൊണ്ട് ഇതിന്റെ സബ് കോൺഷ്യസ് എഫക്റ്റിൽ ഏത് ഉഗാണ്ടെ പോയാലും എന്റെ വീടാണ് എന്നുള്ളൊരു, അതായത് നമ്മുടെ വാസ്തവത്തിൽ പറഞ്ഞ വീട് എന്ന് പറഞ്ഞാല് സബ് കോൺഷ്യസ് മൈൻഡിന്റെ എക്സ്റ്റൻഷനാണ്. അതായത് നമ്മളെ ഡീപ്പിലുള്ള മൈൻഡ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർമാറ്റ് ചെയ്താണ് നമ്മളെ വീട്. അതാണ് സാർ നമ്മൾ പറയാറുണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിയാം. അതെ. ഇല്ലത്തെ കാര്യം അറിയണം, ഉണ്ണിക്കിനെ കണ്ടാൽ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ണി എന്താണോ അത് തന്നെയാണ് വീട്ടിലുണ്ടാവുക. അതാണ് ഇതൊരു രസമാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് വാടകയ്ക്ക് കൊടുത്തല്ലേ, ഞാനിപ്പോ ഫോറിലല്ലേ താമസിക്കുക, എന്നിരുന്നാലും ഇപ്പോ
അതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല തുറന്നിട്ടാണോ നിങ്ങൾ ഏത് ഉഗാണ്ടയിൽ പോയാലും പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. കാരണം അവിടെ തുറന്നാ കിടക്കണേ. നേരെ മറിച്ച് അവിടെ അടഞ്ഞാണോ കിടക്കണത്, നിങ്ങൾ എവിടെ പോയിട്ട് അധ്വാനിച്ചാലും അതിന്റെയൊക്കെ ധനം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റാണ്. ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. എവിടെയായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എവിടെയോ യാത്ര പോവുക, പെട്ടെന്നാണ് വീട്ടിലെന്തോ സംഭവിക്കണേ. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യും, അയ്യോ വീട്ടിലെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് കോൺഷ്യസ്നെസ് വീടുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ അതെ പറയും. അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ബട്ട് ദിസ് കണക്ഷൻ ഈസ് ഓൾവേസ് ദർ. ആ ഈ ഒരു ബന്ധം എപ്പോഴും ഉണ്ട്. അപ്പൊ ഇത് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഒന്ന് സബ് കോൺഷ്യസ് എഫക്ട്, രണ്ട് ഫിസിക്കൽ എഫക്ട്. അപ്പൊ വാടകക്കാരനായാലും ശരി വീട്ടുകാരനായാലും ശരി, വീട് വാസ്തുപ്രകാരം ആയോ സമൃദ്ധിയിൽ ജീവിക്കാം. ഒരു ചോദ്യം കൂടെ, രണ്ട് നിലയുള്ള വാടക വീടുകളുണ്ട്. അപ്പൊ അവിടെ ഈ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ മുകളിലാണോ താഴെയാണോ താമസിക്കേണ്ടത്? അതെ, ശരിക്കും കേരളത്തിന്റെ അല്ല, നമ്മളെ ബാംഗ്ലൂരും ബാക്കിയുള്ള സ്ഥലത്തുള്ള ഒരു ഇതാണ്. അതായത് ഉടമസ്ഥൻ എപ്പോഴും മേലെ കയറി ഇരിക്കണം, അല്ലെങ്കിൽ ഇയാൾ കയറി ഭരിക്കുന്നോ വിശ്വാസം. ഓക്കെ സാർ, ഒരു ചോദ്യം കൂടെ. അപ്പോൾ ഈ രണ്ട് നിലയുള്ള വാടക വീടുകളുണ്ട്. അപ്പോൾ അവിടെ ഈ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ മുകളിലാണോ താഴെയാണോ താമസിക്കേണ്ടത്? അത് ശരിക്കും കേരളത്തിന്റെ അല്ല, നമ്മളെ ബാംഗ്ലൂരും ബാക്കിയുള്ള സ്ഥലത്തുള്ള ഒരു ഇതാണ്. അതായത് ഉടമസ്ഥൻ എപ്പോഴും മേലെ കയറി ഇരിക്കണം, അല്ലെങ്കിൽ ഇയാൾ കയറി ഭരിക്കുന്നോ വിശ്വാസം. ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ്, ഈ താഴെ കംഫർട്ട് നോക്കി. ശരിക്കും അതല്ല, താഴെയാണ് വേണ്ടത്. കാരണം വാസ്തുവിന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഭൂമിയായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത്. ഓ അത് ശരി. അതായത് ഭൂമിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ആകർഷണം ഉണ്ടല്ലോ, അതിൽ നിൽക്കുന്ന സ്ഥലത്താണ്. ഇപ്പൊ നമ്മൾ ചുറ്റളവൊക്കെ കണ്ട് ശരിക്കും തറപ്പുറം ചുറ്റളവിനാണ്. ഒന്ന് രണ്ട് വാസ്തു പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചത് തിരിച്ചാണ് സാർ ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ തച്ചന്മാര് ഉത്തര ചുറ്റെടുത്തിട്ടായിരുന്നു ഇത്. അതുകൊണ്ടാണ് മേൽഭാഗത്തത് പറയുന്നത്. വാസ്തവത്തിൽ ഊർജത്തിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ആകർഷണമാണ് ഊർജത്തിന് ഒരു കാരണം. അപ്പൊ താഴെയുള്ളതിലാണ് വാസ്തുവിന്റെ എഫക്ട് കൂടുക. അപ്പൊ അധിപനായിട്ടിരിക്കുന്ന ആള് ഗ്രൗണ്ട് ഫ്ലോറിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ബെഡ്റൂമിൽ അയാള് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലോകത്തിനെയൊക്കെ ഭരിക്കാൻ പറ്റും. ഇല്ല, അവിടെ നമ്മളെ വാടകയ്ക്ക് കൊടുത്ത ആളാണ് താമസിക്കണമെങ്കിൽ അയാളാണ് നമ്മളെ ഭരിക്കുക. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മളതാണോ വീട്, നമ്മൾ താഴെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ് എടുക്കേണ്ടത്. ഓക്കെ. ഇതുപോലെ സാറേ ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാലുകൾ ആദ്യം തറയിൽ തൊടുന്നതിന് മുമ്പ് കൈകൾ തൊടണം. അതുകൊണ്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ സമുദ്രവസനേ ദേവി എന്നുള്ള മന്ത്രം പറയണം. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മുടെ എനർജി എങ്ങനെയാണ് തറയിലേക്ക് പോയിട്ട്, കാരണം ഭൂമി നമ്മുടെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് സാർ ഇത് പറഞ്ഞുമായിട്ട് ബന്ധമുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഡിസ്ചാർജ് ചെയ്ത് കളയാൻ പറ്റും. മനോഹരമായ സയൻസ് ഉണ്ട്. അതായത് നമ്മൾ കിടക്കുകയാണ്, കിടക്കുമ്പോൾ എങ്ങനെയാണ് ഹൊറിസോണ്ടലായി, തിരശ്ചീനായിട്ടാണ് കിടക്കണേ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ട്രാഫിക്കിൽ കണ്ടിട്ടില്ലേ, ഒരു ചുവന്ന ബൾബുണ്ട്, ഒരു മഞ്ഞ ബൾബുണ്ട്, ഒരു പച്ച ബൾബുണ്ട്. ഈ മഞ്ഞ ബൾബ് ഇല്ലെങ്കിൽ ഒറ്റയടിയും കൊണ്ട് കത്തുകയാണെങ്കിൽ അതുപോലെ നമ്മൾ കിടന്നിടത്തുനിന്ന് ഒന്ന് ചെരിഞ്ഞ് റൈറ്റിലേക്ക് ചെരിയുമ്പോൾ എന്തായി, നമ്മൾ കുറച്ചുകൂടി അത് ന്യൂട്രലാകും. എന്നിട്ട് വേണം എഴുന്നേറ്റിരിക്കാൻ. അതിനുശേഷം നമ്മൾ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണു ഭക്തി നമസ്തഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അതായത് പാദം ഞാൻ നിലത്ത് വെക്കുന്നതിന് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈയൊന്ന് തൊടും. വാസ്തവത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. നമ്മളെ കോൺഷ്യസ്നെസ് മൂലാധാരം, അതായത് നെട്ടലിലാണ് ഏറ്റവും കൂടുതൽ. ഗണപതി എന്ന് പറയും. പണ്ട് നമ്മൾ ഏത്ര ഡീപ്പിക്കുന്നൊക്കെ അതിനാ. അപ്പം നമ്മളൊന്ന് താഴേക്കൊന്ന് തൊടുമ്പോൾ നമ്മളെ ഈ നെട്ടലിനൊരു വലിവ് വരും. അപ്പൊ നമ്മളെ ബോധം ഉണർന്ന് കിടന്ന് നിൽക്കുന്ന ആളുടെ ബോധം പൂർണ്ണമായിട്ടും ഉണരും. എന്നിട്ട് ഇയാളുടെ ആ കയ്യിനുള്ള ആ ഒരു പവറും കൂടി ഭൂമിയിൽ ഡിസ്ചാർജ്ഡ് ആകുക. അതിനുശേഷം ഇയാൾ ഇടിച്ച് കിടന്നാൽ എന്തായിരിക്കും, ബോഡി ബാലൻസ്ഡ് ആവും. അല്ലാണ്ട് ഒറ്റയടിക്ക് വരുമ്പോൾ അത് പ്രശ്നത്തിലാവും. പെട്രോളിയം കൊണ്ടുപോകുന്ന വണ്ടികളിൽ സാധാരണ കാരണം എന്താണ്, നമ്മൾ കട്ടിലിന്റെ മേലെയാണ്, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അതാകുമ്പോൾ അത് ഡിസ്ചാർജ് കറക്റ്റ് ആയിട്ടാവും. അതുപോലെ തന്നെ പറയുന്ന എന്താണ്, കരാഗ്രേ വസതി ലക്ഷ്മി കൈ നോക്കണം. അതായത് രാവിലെ തന്നെ ലക്ഷ്മീനെ നോക്കിയിട്ടാണ് എഴുന്നേക്കുന്നത്. അതായത് സമ്പത്തും സമൃദ്ധിയും നോക്കിയിട്ടാണ് രാവിലെ തന്നെ എണീക്കുന്നത്.
കരമധ്യേ സരസ്വതി കലമൂലേ തു ഗോവിന്ദ ബാധേ കരദർശനം. ഇത് അതായത് എല്ലാം ഉണ്ടല്ലോ സമൃദ്ധിനെ കുറിച്ചാണ് പറയുന്നത്. അതെ 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 അതെ. ഇപ്പം ഇതിൻ്റെ കൂടെ ഈ രോഗത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ സാധാരണ വീടിനകത്ത് പോലും ചെരുപ്പിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നടക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കുളിമുറിയുടെ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ കല്ലുകൾ വെച്ച് പെബിൾസ് വെച്ച് സിമെൻറ്റും മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തെന്നി വീടില്ല. മാത്രമല്ല അതിനകത്ത് പെഡിക്യൂർ സംഭവിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ 72,000 നാടികളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാദങ്ങൾ കാലാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ, ഷുഗറും പ്രഷറും ഒക്കെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ അറിവുകളാണ് നമുക്കുള്ളത്. റിഫ്ലക്സോളജി എന്ന് പറയുന്ന ഒരു അതെന്ന് പറഞ്ഞാൽ കാലിന്റെ അടിയിലുള്ളതാണ്. അപ്പൊ നാച്ചുറൽ സ്റ്റോൺസ് ആണ് എപ്പോഴും നല്ലത് ഇടുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡി അതിനനുസരിച്ച് ബാലൻസ്ഡ് ആവും. നേരെ മറിച്ച് ഇപ്പോഴുള്ള ഈ ടൈൽസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ആയതുകൊണ്ടാണ് അധികം കാലുവേദന. അപ്പോഴാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നത്. നാച്ചുറൽ സ്റ്റോൺസ് ആണോ കൂടുതലായിട്ട് നല്ല രീതിയിൽ പ്രപഞ്ചമായിട്ട് താളത്തിൽ. തീർച്ചയായും. അപ്പോൾ ഈ വാസ്തു യഥാർത്ഥത്തിൽ നമ്മൾ ശാസ്ത്രമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാദങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ശുൽഭസൂത്രങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ശുൽഭസൂത്രവും അതുപോലെ തന്നെ വാസ്തുവിദ്യയും യഥാർത്ഥത്തിൽ പുഷ്പവും അതിൻ്റെ ഫലവുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് പരമസായിക പദ്ധതി എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ സാധാരണ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന വാക്കുകളല്ല. അപ്പോൾ സാറ് എന്നെ ചോദിച്ചു എവിടെ നിന്നാണ് ഈ വാക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ നമുക്കറിയാം അതെന്താണ്, അത് എത്രത്തോളം സയൻറ്റിഫിക് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സാറ് അതിനെക്കുറിച്ചൊരു വളരെ കുറച്ച് ഒന്ന് പറഞ്ഞാൽ. സുലഭസൂത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും സമൃദ്ധി ഉണ്ടാക്കാനുള്ള സൂത്രമാണ്. സുലഭമായിട്ടെല്ലാം സൃഷ്ടിക്കാനുള്ള സൂത്രം. അത് തന്നെയാണ് വാസ്തവത്തിൽ വാസ്തുശാസ്ത്രം. ഭാഗ്യകൽപ്പന പറയാ, അതായത് എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം. അപ്പൊ ഭാഗ്യം 3 തരത്തിലാണ് വരിക. ഒന്ന് നമ്മൾ ജനിച്ചു വീഴുന്ന സ്ഥലം. ഇപ്പോൾ ചില ആളുകൾ അംബാനീന്റെ മകനായിട്ട് ജനിക്കും, ചില ആളുകൾ ഫുട്പാത്തിൽ ജനിക്കും. 40% ഭാഗ്യവും നമ്മൾക്ക് ഈ ജന്മന വരുന്നത്. ഇതിന് ഹെവൻ ലക്ക് എന്ന് പറയും, അതായത് ജന്മനുള്ള ഭാഗ്യം. നമ്മളെവിടെയാണോ ജനിച്ചു വീഴുന്നത്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരട്ടോ. അങ്ങനെയുള്ള അച്ഛനും അമ്മേന്റെയും മകനായി തീർച്ചയായിട്ടും അത് 40%. ബാക്കി എത്ര? 60%. ഇതിൽ 25% നമ്മളെ പേഴ്സണൽ ലക്ക് എന്ന് പറയും. പേഴ്സണൽ ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മം കൊണ്ടുണ്ടാണ്. നമ്മളെ ഈ പ്രാരബ്ധ കർമ്മവും അതുപോലെ തന്നെ സഞ്ചിത കർമ്മവും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാമല്ലോ. അത് തന്നെയാണ് ഈ പറയുന്നത്. അതിന്റെ വാസ്തുവിന്റെ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെ കർമ്മഫലം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാകുക. എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ നല്ല കുട്ടിയായിട്ട് ലൈനിലൊക്കെ വന്നിട്ട് ബിവറേജിലൊക്കെ ക്യൂ നിൽക്കാം. അല്ല എങ്കിൽ ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിനോടും മല്ലിട്ടിട്ട് ജീവിക്കുക. അപ്പൊ എവിടെയാണോ നമ്മൾ ഊർജ്ജം ഇടുന്നത് അതിനനുസരിച്ച് റിയാക്ഷൻ ഉണ്ടാകുക. എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് തന്നെയാണ് കേരളത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞ കർമ്മഫലം. ഇത് സാധാരണക്കാരന് 25%. ഇപ്പൊ 40, 25, 60. ബാക്കിയുള്ള 35% ഭൂമിയിൽ നിന്നുള്ളത്. നമ്മൾ നല്ലൊരു മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ എത്ര നേരം വേണം ഇരിക്കുക. അതേ സമയത്ത് ഒരു മീൻ മാർക്കറ്റിലാണെങ്കിലോ, നമ്മളൊരു നല്ല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെയാണ് കുറെ നേരം ഇരിക്കുക. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലോ. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മളുമായിട്ട് ഊർജം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ ലൈഫിൽ ശരിക്കും മാറ്റം വരുത്തണോ ഈ 3 എണ്ണത്തിലാണ് നമ്മൾ കളിക്കുന്നത്. ഇതിൽ നിന്നപ്പുറം നമുക്ക് ഭാഗ്യം വരില്ല. ഇതിൽ ആദ്യം പറഞ്ഞ 40% ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി യു ആർ ബോൺ. രണ്ടാമത്തത് 25%. ഇത് 100% ആക്കുന്നവരാണ് സന്യാസികൾ. ഇപ്പൊ പൂജ്യ ശ്രീ രവിശങ്കർജി ആയാലും അത് അമൃതാനന്ദമയി ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഇന്നലെ കിടന്നോടത്തല്ല ഇന്ന് കിടക്കുന്നത്. പക്ഷെ നമ്മളോ ഇന്നലെ കിടന്നോടത്ത് തന്നെ എന്നും കിടക്കുന്നത്. അപ്പൊ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ വാസ്തു അവരെ ബാധിക്കില്ല, നേരെ മറിച്ച് നമ്മളെ ബാധിക്കും. കാരണം ഇന്നലെയുള്ള അതേ റിപ്പീറ്റേഷനാണ് വരുന്നത്. അപ്പോൾ ഈ 25% സാധനയിലൂടെയും ജപത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും നമുക്ക് 100% ഉയർത്താം. വാസ്തു 35% നിന്ന് 80% വരെ നമ്മളെ ഭാഗ്യം കൂട്ടും. ഇപ്പം തച്ചുശാസ്ത്ര വിധിപ്രകാരം അല്ലെങ്കിൽ കണക്കനുസരിച്ചോ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര വിധിപ്രകാരമോ പണിതൊരു വീടാണെങ്കിൽ അതിൽ നിന്ന് ജീവിച്ചാൽ മാത്രം മതി, നമുക്ക് വേണ്ട ഇങ്ങനെ വന്നോളൂ. അപ്പം നമ്മളുടെ എഫേർട്ട് കുറയും, പ്രപഞ്ചത്തിൽ നിന്നുള്ളത് സപ്പോർട്ട് കൂടും. ഇതൊക്കെയാണ് സുലഭസൂത്രം എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഭാഗ്യം ഉണ്ടാക്കാനുള്ള ഒരു സീക്രട്സ് ആണ്. അപ്പൊ ഇതാണ് ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത്. രണ്ടാമത് പറഞ്ഞ പരംശായി, ഇതൊരു സിസ്റ്റമാണ്. വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. വാസ്തുപുരുഷ മണ്ഡലം 32 തരത്തിലുള്ള വാസ്തുപുരുഷ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 3 തരത്തിലുള്ള. അതിലൊന്നാണ് ഈ പറഞ്ഞ പരംശായിക്ക് 81 ഡിവിഷൻ. ഏകാശിതിപദ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. അതായത് 81 പദങ്ങള്. അതായത് സങ്കല്പതാണ്
അതായത് ഇപ്പം നമ്മൾ കിഴക്ക് പറഞ്ഞു, വടക്കും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നടുക്ക് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്കിൻ്റെയും കിഴക്കിൻ്റെയും നടുക്കോ? അതിനൊരു പേര് പറയാൻ പറ്റില്ല. അപ്പം പണ്ടുള്ള ആളുകൾ എന്ത് ചെയ്തു വെച്ചാൽ ഇതിനെ 9 ആക്കിയിട്ട് ഭാഗിച്ചിട്ട് ഒരു ദിശേനെ തന്നെ 9 ആക്കി ഭാഗിച്ച് അതിന് ഓരോരോ പേര് അങ്ങോട്ട് കൊടുത്തു. ഇതിന് 9 ദേവത അങ്ങോട്ട് പറഞ്ഞു. അതായത് 9 ഊർജ്ജ പ്രവാഹങ്ങളാണ് എന്ന്. ഇങ്ങനെ 9 × 9 9 × 89 ഇപ്പൊ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കൂലേ, അതുമാതിരി തന്നെ ഊർജം വരുന്നതിന്റെ ഒരു ഗ്രാഫ് വീട്ടിന്റെ മേലെ വെക്കുകയാണ്. അതാണ് ശരിക്കും ഈ പറഞ്ഞ പരംശായിക്ക് അല്ലെങ്കിൽ ഏകാശിതി പദ വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇന്ന ദിശയിൽ ഇപ്പോൾ കിഴക്ക് വശത്ത് എന്ന് പറഞ്ഞാൽ പോരാ, കിഴക്കിൽ ഏത് പോയിന്റിൽ ഇപ്പോൾ മെയിൻ ഡോർ വെക്കണം, മെയിൻ ഡോർ കിഴക്ക് വശം വെച്ചാൽ പോരെ, ഓക്കെ കിഴക്ക് വശം വെക്കാം. കിഴക്കിൽ എവിടെ വെക്കണം? അവിടെയാണ് പറയുമ്പോൾ മൂന്നാമത്തെ പദം അത് ഈശൻ, പർജന്യൻ, ജയന്തൻ. ജയന്തനിൽ ഡോർ വെച്ചാൽ നല്ലതാണ് എന്ന് പറയും. അപ്പൊ ഈ ജയന്തൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 9 ആക്കി ഭാഗിച്ചതിൽ മൂന്നാമത്തെ ഭാഗത്താണ് ജയന്തൻ. അവിടെയാണ് നമ്മൾ ഡോർ വെക്കേണ്ടത്. അവിടെ വെച്ചാൽ സമൃദ്ധി വരും. കിഴക്കൽ ശരിക്കും കിഴക്ക് നടുക്കല്ല, കിഴക്ക് നടുക്ക് ക്ഷേത്രങ്ങൾക്കൊക്കെയാണ് ഇതാണത്, വീടിന് അങ്ങനെയല്ല. അത് ഓരോന്നിനും ഓരോ നിയമമാണ്. നമ്മൾ പണ്ടത്തെ കളരികളൊക്കെ ഉണ്ട്, കളരികളിലൊക്കെ അത് ശരിക്കും പാലിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മസൂത്രം തടയരുത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നടുക്കൊണ്ടിട്ട് വെക്കണത്. വാസ്തവത്തിൽ അതിൽ റിസൾട്ട് വരെ ഈ ജയന്തനിൽ വെച്ചല്ല. ഇത് ഇങ്ങനെ ഈ ഓരോ ദേവതകളുടെയും പേര് പറയുന്നത് തന്നെയാണ് 9 × 9 പരംശായി എന്ന് പറയുന്നത്. ഇനി ഒരു ഇതും കൂടി ഉണ്ട്, ഈ സബ്ജക്റ്റ് വന്നുകൊണ്ട് പറയാം കേട്ടോ. നമ്മൾ ടൗൺ പ്ലാനിങ്ങിലും വാസ്തു ഉപയോഗിക്കും. പണ്ട് കാലത്ത് വിജയനഗര സാമ്രാജ്യം, അതുപോലെ തന്നെ കേരളത്തിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ല, ഇത് വാസ്തുപ്രകാരം ഉണ്ടാക്കിയ ഒരു സ്ഥലം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നടുക്കിൽ ക്ഷേത്രത്തിന്റെ അതും ചുറ്റുഭാഗവും ഇതും. അത് അവിടെ ഉപയോഗിക്കുക 64 ചതുഷ്ഷഷ്ടി പദം എന്ന് പറയും. ചതുഷ്ഷഷ്ടി പദം എന്ന് പറഞ്ഞാൽ 8 × 8 എന്നിട്ട് 64 ചതുഷ്ഷഷ്ടി. ചതുർ എന്ന് പറഞ്ഞാൽ 4, ഷഷ്ടി എന്ന് പറഞ്ഞാൽ 6, ചതുഷ്ഷഷ്ടി. അപ്പൊ ചതുഷ്ഷഷ്ടി പദത്തിൽ എന്താണെന്ന് വെച്ചാല് വാസ്തുപുരുഷൻ നടുക്കാ വരിക. സാധാരണ വടക്ക് കിഴക്ക് മൂലയിൽ തല വരുന്നതിൽ ചതുഷ്ഷഷ്ടി പദമാകുമ്പോൾ നേരെ നടുക്കിൽ തല വരും, കിഴക്ക് നടുക്ക് തല വരും. അങ്ങനെയാണ് ടൗൺ പ്ലാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ ഇന്ന ഭാഗത്ത് ബ്രാഹ്മണർ, ഇന്ന ഭാഗത്ത് ക്ഷത്രിയർ, അതായത് ഇപ്പം പട്ടോളവും പോലീസുകാരൊക്കെ വേണമല്ലോ. ഇതിന് തന്നെയാണ് പണ്ട് ക്ഷത്രിയരെന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഓരോരോ വിഭാഗത്തിനായിട്ട് ഇങ്ങനെ ബാധിക്കുന്ന ഒരു ടൗൺ പ്ലാനിങ് സിസ്റ്റം ഉണ്ട്. അതാണ് ചതുഷ്ഷഷ്ടി പദത്തിൽ ഉപയോഗിക്കുക. ഇനി മന്ദിരങ്ങൾ, അതായത് അമ്പലങ്ങൾ, വലിയ ഹാളുകൾ, ഇതിനൊക്കെ ഉപയോഗിക്കുക ദശപദം എന്ന് പറയും. അതായത് നമ്മളെ വീട്ടിന് ഉപയോഗിക്കുന്ന വാസ്തുപുരുഷ മണ്ഡലം എല്ലാം ശരിക്കും ക്ഷേത്രത്തിന് ഉപയോഗിക്കുക. പക്ഷെ ഇക്കാലത്ത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ദശപദത്തിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ്. അപ്പൊ ദശപദം എന്ന് പറഞ്ഞാൽ ഈ 9 പകരം 10 പദമാക്കി മാറ്റും, എന്നിട്ട് അതിനെ ഗണിച്ചിട്ട് ആക്കും. അപ്പോൾ ഇത് ഓരോരോ സിസ്റ്റമാണ്. സിമ്പിളാണ്. നമ്മളൊരു വരയ്ക്കുമ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഗ്രാഫ് ഇടുന്നത്, അതുപോലെ തന്നെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നത് വേണമെന്ന് വളരെ കണിശമായി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരംശായിക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് വളരെ സുദീർഘമായ ഒരു സംഭാഷണമാണ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഇതൊന്നും ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം ഒരു സമുദ്രത്തിൻ്റെ ചുഴികളും മലരികളും അതിങ്ങനെ വാരിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോകുന്ന ഒരാളുടെ മൗഢ്യമായിട്ട് മാത്രമേ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, എന്താണ് വാസ്തുശാസ്ത്രം, ഇതെങ്ങനെയാണ് ശാസ്ത്രമാകുന്നത്. നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കേട്ടതാണ് നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഇത്രയും വലിയ അറിവുകൾ. ഇനി സാറിനെ സംബന്ധിച്ച് ഞാൻ ചെറിയൊരു ഉപമയാണ് പറയുന്നത്. ഈ ഉറുമ്പുകളുടെ കൂട്ടത്തിലൊരു പ്രത്യേകതരം ജനുസിലുള്ള ഉറുമ്പുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ഹണി പോട്ട് ആൻസ് എന്നാണ്. അതായത് ആ കൂട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ ഉറുമ്പുകളും തേൻ ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു ഉറുമ്പിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് മാത്രം ഇങ്ങനെ സ്വല്ല് അതിന് വേറെ ഒരു പണിയില്ല. അപ്പോൾ ഈ പട്ടിണിക്കാലത്ത് അല്ലെങ്കിൽ പീരീഡ് ഓഫ് അഡ്വേഴ്സിറ്റിയിൽ ബാക്കിയുള്ള ആൻസ് വന്നിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് ഈ അകത്തുള്ള സംഗതികൾ ഇങ്ങനെ എടുക്കും. അപ്പോൾ സാറ് ഒരു ഹണി കോംബ് ആൻഡാണ്, അല്ലെങ്കിൽ ഹണി പോട്ട് ആൻഡാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. 18 തരം വാസ്തു ഉണ്ട്. അതിലെല്ലാത്തിലും ഏറ്റവും അഗ്രഗണ്യനായ, ഏറ്റവും ആപ്റ്റായ ഒരാളിനെ നമുക്ക് കിട്ടിയെന്നാണ്. സാറിനെ എൻ്റെ വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിലേക്ക് വിളിക്കുമ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് സാറിനെ കിട്ടാറില്ല. പിന്നെ അത് ഒരുപാട് കാരണങ്ങളുണ്ട്. സാർ എപ്പോഴും ഇങ്ങനെ വിദേശത്തും അതുപോലെ തന്നെ സ്വദേശത്തുമായിട്ട് സാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അതിമോഹമായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞ സാറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ സാറ് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനകത്ത് ജസ്റ്റ് തന്ന് ബ്രീഫ് ചെയ്തിട്ട് സാറ് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞില്ല, ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് സാർ തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ
വന്ന് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് വന്നു ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള അറിവിൻ്റെ മണികൾ നമുക്കായി തന്നു എന്നാണ്. സാറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനെ എടുക്കുന്നത് എൻ്റെ ഒരു നിയോഗമായിട്ട് എടുക്കുന്നു. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ എപ്രകാരത്തിലാണ് സൂര്യപ്രകാശം ഓരോ പറഞ്ഞ തുഷാര ബിന്ദുക്കളിലും തട്ടി ഇങ്ങനെ ചിതറിത്തെറിച്ച് പ്രകാശമായിട്ട് പോകുന്നത്, അപ്രകാരത്തിൽ ഇങ്ങനെ നമുക്ക് നേരിട്ട് കാണാനും തൊട്ടടുത്ത് സംവദിക്കാനും നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും എല്ലാം കിട്ടുന്നതിനുമൊക്കെ ഭാഗ്യം തന്നതിന് ജഗദീശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ നിമിഷത്തിന് എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ കാരണങ്ങൾക്കും എല്ലാ നിമിത്തങ്ങൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇതിവിടെ അവസാനിക്കുന്നില്ല. സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. സാർ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും നിറഞ്ഞ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമസ്തേ.